സോ ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോയിലെ എല്ലാ സാധനങ്ങളുടെ ലിങ്കും ഡീറ്റെയിൽസും അതിൻ്റെ വില ഉൾപ്പെടെ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട ക്യാബിനറ്റ്. ഇതിൻ്റെ പേര് വന്നിട്ട് സെബ്രോണിക്സ് ഫാൻറ്റം ക്യാബിനറ്റാണ്. ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് 15,700 15700. അപ്പോൾ ഇത് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷേ സെബ്രോണിക്സിൻ്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ റേറ്റ് 24,000 അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് B450 GB ഗ്രാഫിക്സ് കാർഡ് 12GB RTX 3060, പവർ സപ്ലൈ കൂളർ മാസ്റ്ററിൻ്റെ 650 ആണ്. ലിക്വിഡ് കൂളർ വന്നിട്ട് കൂളർ മാസ്റ്ററിൻ്റെ ഡുവൽ ഫാൻ വരുന്നതാണ്. സാംസങ്ങിൻ്റെ 1TB SSD ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പവർ സപ്ലൈ ആ സമയത്ത് 7,000, ലിക്വിഡ് കൂളർ മാസ്റ്റർ 8,000, സാംസങ് SSD 11,000. 2024 ലാസ്റ്റിൽ എടുത്തതാണ് ഈ ഗ്രാഫിക്സ് കാർഡ്. ആ സമയത്ത് 21,000 രൂപയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 24,000 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ രാത്രിയത്തെ വ്യൂ വരിക. ഇത് സെബ്രോണിക്സിൻ്റെ കീബോർഡാണ്. കീബോർഡ് വിത്ത് മൗസ് കോംബോ ആണ്. നല്ല ഒരു എലഗൻ ലുക്കാണ്. 3 ടൈപ്സ് ഓഫ് കളർ മോഡ് ഇതിൽ അവൈലബിൾ ആണ്. മൗസിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സ്റ്റാൻഡ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഓരോ സാധനവും ഓൺലൈൻ അല്ല, ഞങ്ങൾ ഇവിടുത്തെ പ്രീമിയറിൽ നിന്ന് മേടിച്ചതാണ്. എല്ലാ ടോയ്സും അവിടെ അവൈലബിൾ ആണ്. സോ സെലക്റ്റഡ് ആയിട്ടുള്ള ടോയ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ ടോയ്സും 500 റേഞ്ചിനടുത്ത് വരുന്നതാണ്. ആകെ ഗോക്കുവിൻ്റെ മാത്രമാണ് 1000 രൂപയായത്. ഈ ഒരു ടാബ് വന്നിട്ട് റെഡ്മി പ്രോ 5G ടാബാണ്. ഇതൊരു കോളിംഗ് ടാബ്ലറ്റ് ആണ്. എടുത്ത സമയത്ത് 25,000. ഇത് ആംബ്രെയിൻ്റെ ഗെയിമിംഗ് പാഡാണ്. 2500-2400 റേഞ്ച് വരെ ഉള്ളൂ. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിൽ പല മോഡ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. നമുക്ക് ഏത് ലൈറ്റാണോ വേണ്ടത് അവിടെ എത്തിയിട്ട് ഇതിലൊരു ബട്ടൺ ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഹോൾഡ് ആവും. രാത്രിയൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ ആ ഒരു വ്യൂ. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല റിവ്യൂ കണ്ടതിന് ശേഷം മാത്രമാണ് ഇതെടുക്കാൻ കാരണം. ഇതും സെബ്രോണിക്സിൻ്റെയും സെയിം മോഡൽ വരുന്നുണ്ട്. പക്ഷേ ആംബ്രെയിനാണ് കുറച്ചുകൂടെ നല്ലത്. ചെയർ ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഫസ്റ്റ് വീഡിയോയിലുള്ള അതേ ചെയറാണ്. ആഡ്കോമിൻ്റെ ആണ്. ആ ഒരു സമയത്ത് 14,000 രൂപയ്ക്ക് എടുത്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. 3 വർഷമായി ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിൽ കിടക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ ഫുഡ് റെസ്റ്റ് ഇല്ല. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് സൗണ്ട് കോറിൻ്റെ Q20i ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ താഴെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കിടിലം പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ഹ്യൂമിഡിഫയർ. ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. വളരെ റേറ്റ് കുറവാണ്. ഇതിൽ പലതരം ലിക്വിഡ്സ് ഒഴിക്കാം. അതിൻ്റെ അനുസരിച്ചുള്ള സ്മെല്ലായിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. ഞാൻ കൂടുതലും LED ടൈപ്പ് സാധനങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് അത് രാത്രി കാണുമ്പോഴത്തേക്കുമുള്ള ആ ഒരു ഭംഗി ആസ്വദിക്കാനാണ്. നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്രൊജക്ടർ. ഇതും 1000 റുപ്പീസ് റേഞ്ചേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഷോക്കേസ് ആയിട്ട് ഇങ്ങനെ വെക്കാനാണ്. രാത്രി വല്ലപ്പോഴുമേ ഞാനിത് ഇടുകയുള്ളൂ. പക്ഷേ രാത്രി ഇത് കാണാൻ നല്ല രസമാണ്. നമ്മുടെ മുറിക്കൊരു ഐസ്തെറ്റിക്ക് തോന്നിക്കും. ഞാൻ കീബോർഡിൽ 3 ടൈപ്സ് ഓഫ് മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിതിൽ പ്രിഫർ ചെയ്യുന്നത് വയലറ്റ് മോഡാണ്. അതൊരു പ്രത്യേക ഐസ്തെറ്റിക്കാണ്. വയലറ്റും ബ്ലൂവും യെല്ലോയും കൂടെ ചേർന്നത്. രാത്രി നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ വ്യൂ കാണാം. ആ ഒരു സമയത്ത് ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 1900 സംതിങ് ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. രാത്രി ഞാൻ സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആകെ ഒരു ലൈറ്റ് മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ആ മുകളിലത്തെ നീല ലൈറ്റ്. ഈ ഒരു L ഷേപ്ഡ് ടേബിൾ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൈൽസിൻ്റെ അതേ പാറ്റേൺ ആണ് ഇതിൻ്റെ ആ ഒരു ടോപ്പിൽ വരുന്നത്. 10,000 റുപ്പീസ് ആയിരുന്നു ഇതെടുത്ത സമയത്ത് റേറ്റ്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ സ്റ്റാൻഡിൻ്റെ കളർ വന്നിട്ട് ഗോൾഡാണ്. അത് നല്ലൊരു എസ്തെറ്റിക് ലുക്ക് ഇതിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഏറ്റവും വില കുറവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്ലാസ്റ്റിക് ചെടികളാണ്. ഇത് 250 രൂപയ്ക്ക് 6 പീസസ് കിട്ടും. ഞാനിവിടെ കുറച്ച് പീസസ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വന്നൊരു സാധനമാണ് 600 രൂപയ്ക്കുള്ള ഈ ഒരു ഗെയിം പാഡ്. രാത്രി മുറിക്ക് നല്ല ഒരു എസ്തെറ്റിക് ലുക്ക് കൊടുക്കാൻ ഇതിന് സാധിക്കും. രാത്രി സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഇതിടുമ്പോൾ ഒരു ഗെയിമിംഗ് റൂമിൻ്റെ ഫീല് തന്നെ കിട്ടും. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോഴോ പോസ്റ്റ് ഇടുമ്പോഴോ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിഫയറിന് ശേഷം എൻക്വയറി വന്നത് ഈ ഒരു ഫ്ലവറിനെ പറ്റിയാണ്. ശരിക്കും ഈ ഫ്ലവറിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 240 രൂപയുള്ളൂ ഈ ഒരു ഫ്ലവർ. ഇത് പല കളറിൽ അവൈലബിൾ ആണ്.
ആ താഴെ കാണുന്ന സർക്കുലാർ സെറാമിക് സ്റ്റാൻഡ് വന്നിട്ട് 180 രൂപയാണ് റേറ്റ്. ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. ഞാനൊരു ബ്ലൂ ചൂസ് ചെയ്തത്, ഇത് ഭയങ്കര വൈബ്രൻറ്റും നമ്മുടെ മുറിക്കൊരു നല്ല ലുക്ക് കൊടുക്കാൻ ഇത് സാധിക്കും. ഇതിൻ്റെ പിങ്ക് കളറും അവൈലബിൾ ആണ്, പക്ഷേ ബ്ലൂ ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി. സോ ഗായ്സ്, അപ്പോൾ പഴയ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഇതിനകത്ത് വരുന്ന ഓരോ സാധനത്തിൻ്റെയും റേറ്റ് ഇപ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. 8000 രൂപയ്ക്ക് വാങ്ങിച്ച വെഞ്ചൻസിൻ്റെ റാം ഇപ്പോൾ 38,000 41,000 രൂപയ്ക്കാണ് കിടക്കുന്നത്. 16 GB. നിങ്ങൾ നെറ്റിൽ നോക്കി കാണാം. മറ്റേ അവിടെ ചൈനയിലോ എവിടെയോ എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നതുകൊണ്ടാണ്, ഈ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും റേറ്റ് കൂടാൻ കാരണം. അതുപോലെ ഗ്രാഫിക്സ് കാർഡ് 20,000 രൂപയ്ക്ക് മേടിച്ചത് ഇപ്പോൾ 26,000 രൂപയാണ്. ഈ ക്യാബിനറ്റ് 15,700 രൂപയ്ക്ക് വാങ്ങിച്ചത് ഇപ്പോൾ 24,000 സംതിങ് ആണ്. സോ അന്ന് അത് നമ്മൾ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വില കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഇനി മേടിക്കാൻ പോകുന്നവരെ പറ്റി ആലോചിച്ച് സങ്കടമുണ്ട്. സോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. കാരണം ഇപ്പോഴേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തുള്ള ഇൻട്രസ്റ്റൊക്കെ പോവും. നല്ല കമ്മിറ്റ്മെൻറ്റ്സും നല്ല ഇതുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൽ തന്നെ നിൽക്കും. അപ്പോൾ എന്തു വന്നാലും നിങ്ങളും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന്. ഫസ്റ്റ് ഒരു ഗെയിമിംഗ് റൂം ഉണ്ടാക്കുന്നൊരു വീഡിയോ, അന്നത്തെ PC-യും ഇപ്പോൾ ഉള്ള ആ ഒരു PC-യും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും ഇതിൽ നിന്ന് കിടിലമാക്കണമെന്നുണ്ട്, പക്ഷെ അത് നടക്കുമെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കും പറ്റും, ശ്രമിച്ചാൽ നിങ്ങൾക്കും കിട്ടും. സോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ലിങ്ക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കുക.